A curvature and the unit normal vector. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ 4th സെക്ഷനാണ്. അതിൽ ഫസ്റ്റ് കർവേച്ചർ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കർവ്, ആ കർവിലെ 3 പോയിന്റിലെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറാണ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കർവിലെ ഓരോ പോയിന്റിലും കറസ്പോണ്ടിങ് നമുക്ക് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ വരയ്ക്കാം. യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ നമ്മൾ ഈ വെക്ടറിൻ്റെ എപ്പോഴും ലെങ്ത്ത് സെയിം ആയിരിക്കും, 1 ആയിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കർവേച്ചർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ചേഞ്ച്, യൂണിറ്റ് ചേഞ്ച് മീൻസ് യൂണിറ്റ് ലെങ്ത്തിൽ ഈ ടീക്ക് വരുന്ന ടേണ്, അതിൻ്റെ റേറ്റാണ് കർവേച്ചർ. അതായത് ടി ടേൺസ് പെർ യൂണിറ്റ് ഓഫ് ലെങ്ത് അലോങ് ദ കർവ്, ദാറ്റ് ഈസ് കോൾഡ് ദ കർവേച്ചർ. ഇനി അത് മാത്തമാറ്റിക്കൽ ടേമിൽ പറഞ്ഞാൽ ദാറ്റ് ഈസ് മോഡ് ഡി ടി ബൈ ഡി എസ്. ഡി എസ് ആണ് നമ്മുടെ ആർക്ക് ലെങ്ത്ത്. സോ മോഡ് ഡി ടി ബൈ ഡി എസ് ആണ് കർവേച്ചർ. ഇനി കർവേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്നത് കാപ്പ എന്ന സിമ്പിൾ യൂസ് ചെയ്ത്, ഗ്രീക്ക് ലെറ്റർ കാപ്പ യൂസ് ചെയ്താണ്. അപ്പോൾ കാപ്പ ഈക്വൽ ടു മോഡ് ഡി ടി ബൈ ഡി എസ് ആണ് കർവേച്ചർ കാണാനുള്ള ഫോർമുല. ഇത് തന്നിരിക്കുന്ന കർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എസ്സിലാണെങ്കിലാണ് ഡി ടി ബൈ ഡി എസ് യൂസ് ചെയ്യുക. ഇനി അതല്ല എങ്കിൽ നമ്മുടെ ഫോർമുല, നെക്സ്റ്റ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് കർവേച്ചർ, കാപ്പ ഈക്വൽ ടു 1 ബൈ ലെങ്ത് ഓഫ് വി ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡി ടി ബൈ ഡി ടി. ടി എന്ന് നമുക്കറിയാം വി ബൈ മോഡ് വി, യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറാണ്. ഈ ഫോർമുല വന്നത് നമ്മുടെ ഓൾറെഡി നമുക്കറിയാവുന്ന കാപ്പ ഈക്വൽ ടു മോഡ് ഡി ടി ബൈ ഡി എസ് എന്ന ഫോർമുലയിൽ ചെയിൻ റൂൾ യൂസ് ചെയ്തു. മോഡ് ഡി ടി ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എസ്, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഡി ടി ബൈ ഡി എസ് എന്ന് പറയുന്നത് 1 ബൈ ഡി എസ് ബൈ ഡി ടി എന്ന് എടുക്കാം. അപ്പം അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ 1 ബൈ മോഡ് ഡി എസ് ബൈ ഡി ടി ഇൻറ്റു മോഡ് ലെങ്ത് ഓഫ് ഡി ടി ബൈ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ മോഡ് വി ഇൻറ്റു മോഡ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ലെങ്ത് ഓഫ് ഡി ടി ബൈ ഡി ടി. അങ്ങനെയാണ് ഈ ഫോർമുല കിട്ടിയിരിക്കുന്നത്. ഇനി അതിന് മുകളിൽ ഒരു പോയിൻ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഡി ടി ബൈ ഡി എസ് ലാർജ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ആ കർവ് ടേൺസ് ഷാർപ്ലി. പിന്നെ ഡി ടി ബൈ ഡി എസ് അതായത് നമ്മുടെ കർവേച്ചർ നിയർ ടു 0 ആണെങ്കിൽ കർവ് ടേൺസ് സ്ലോലി. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ കേസ്, നെക്സ്റ്റ് പറയുന്ന എക്സാമ്പിൾ അത് തന്നെയാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ കേസിൽ കർവേച്ചർ 0 ആണ്. കാരണം സ്ട്രെയിറ്റ് ലൈനിൽ ഒരു കർവിനൊരു ടേണിങ്സ്, ടി ടേൺ ചെയ്യുന്നില്ല. ടി വരച്ച് നോക്കിയ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നു. സ്ട്രെയിറ്റ് ലൈനിൽ ടി എങ്ങനെ വരയ്ക്കാൻ നോക്കിയ ഓരോ പോയിന്റിലും ഒരേ ഡയറക്ഷനിലാണ് ടി, ലെങ്ത് സെയിം ആണ്, ഡയറക്ഷൻ സെയിം ആണ്. അപ്പോൾ ടി ഈസ് എ കോൺസ്റ്റൻറ്റ് വെക്ടർ. ടി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി ടി ബൈ ഡി എസ് എന്ത് കിട്ടും, 0 കിട്ടും. സോ അവിടെ കർവേച്ചർ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് 0. ദെൻ അതായത് സർക്കിളിൻ്റെ കേസിലോ, സർക്കിൾ എന്ന് ആലോചിച്ച് നോക്കിയാൽ സർക്കിൾ ഏത് പോയിൻ്റ് എടുത്താലും നമുക്ക് ടി ടേൺ ചെയ്യുന്ന ഒരേ ഒരു സെയിം രീതിയിലാണ്. ടി വരച്ച് നോക്കിയാൽ ഒരേ ഇതിലാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ നമുക്ക് കർവേച്ചർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ഈസ്, ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള 1 ബൈ എ എന്നാണ് റേഡിയസിൻ്റെ റെസിപ്രോക്കൽ. നമുക്ക് നോക്കാം. ഒരു സർക്കിളിൻ്റെ വെക്ടർ ഇക്വേഷൻ ആർ ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. ഓർത്തിരിക്കണം, സർക്കിളിൻ്റെ വെക്ടർ ഇക്വേഷൻ പാരാമെട്രിക് ഇക്വേഷൻ നമുക്കറിയാം, എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി. സോ വെക്ടർ ഇക്വേഷൻ എഴുതുമ്പം ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ, അതായത് എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. ദെൻ വി കാണാം. വി എന്ന് പറയുന്നത് നമുക്ക് കർവേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ വി കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് വി എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ടി, സോ മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ. ദെൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വി, മോഡ് വി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മൈനസ് എ സൈൻ ടി സ്ക്വയർ പ്ലസ് എ കോസ് ടി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു 1 വരും. സോ ദാറ്റ് ഈസ് റൂട്ട് എ സ്ക്വയർ, ദാറ്റ് ഈസ് എ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വെലോസിറ്റി, മോഡ് വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. സോ റൂട്ട് എ സ്ക്വയർ എന്ന് പറയുന്നത് എ എന്ന് എഴുതിയ പോരാ, അതിൻ്റെ പോസിറ്റീവ് വാല്യൂ നമുക്ക് വേണം, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ. ദെൻ ടി കാണാം, വി ബൈ മോഡ് വി സിമ്പിളാണ്, മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ കിട്ടി. ദെൻ ഡി ടി ബൈ ഡി ടി, ഡി ടി ബൈ ഡി ടി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ എഴുതിയിരിക്കുന്ന സർക്കിളിൻ്റെ ഇക്വേഷനിൽ വേരിയബിൾ ടി ആണ്. അപ്പോൾ നമ്മൾ കാപ്പ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 1 ബൈ മോഡ് വി ഇൻറ്റു മോഡ് ഡി ടി ബൈ ഡി ടി. ഈ ഫോർമുല വേണം യൂസ് ചെയ്യാൻ. ദെൻ നമുക്ക് പാരാമീറ്റർ എസ് ആണെങ്കിൽ നമുക്ക് കാപ്പയ്ക്ക് ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്യാമായിരുന്നു, കാപ്പ ഈക്വൽ ടു മോഡ് ഡി ടി ബൈ ഡി എസ്. അത് യൂസ് ചെയ്യുന്നത് നമുക്ക് വേരിയബിൾ എസ് ആയിട്ട് വരുമ്പോഴാണ്. വേരിയബിൾ ടി ആണെങ്കിൽ ഈ സെക്കൻഡ് ഫോർമുല വേണം യൂസ് ചെയ്യാൻ. സോ 1 ബൈ മോഡ് വി ഇൻറ്റു മോഡ് ഡി ടി ബൈ ഡി ടി. സോ 1 ബൈ മോഡ് വി വാല്യൂ കൊടുക്കാം. 1 ബൈ മോഡ് വി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വി എന്ന് പറയുന്നത് എ, സോ 1 ബൈ എ ഇൻറ്റു ദെൻ മോഡ് ഡി ടി ബൈ ഡി ടി 1 കിട്ടി. 1 വാല്യൂ കൊടുത്താൽ 1 ബൈ എ. ഒരു കർവേച്ചർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് എ എന്ന് പറയുന്നത് 1 ബൈ എ. സ്ട്രെയിറ്റ് ലൈൻ്റെ കർവേച്ചർ 0, റേഡിയസ് എ ഉള്ള സർക്കിളിൻ്റെ കർവേച്ചർ എപ്പോഴും 1 ബൈ എ. ഓക്കെ.